അല്ലാതെ ഉണ്ട്. പിടിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കട്ടില വെക്കും കേട്ടോ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ്. മത്തഞ്ചേട്ടനെയും ചേച്ചിയെ ഞാനിനി പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അവരുടെ വാതിലും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് കട്ടിലയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടതാണ്. ഏതായാലും നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറേ നാളായിട്ട് നമുക്ക് പണിക്കാരെ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മുടെ പണി പെൻഡിങ് ആയി പോയത്. ഏതായാലും നമ്മുടെ പണിക്കാരെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏതായാലും പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ പോകുന്നത് അവരുടെ കട്ടിലയും ജനലും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നതാണ്. പിന്നെ അപ്പോൾ ബാക്കി എന്തെങ്കിലും സിമെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഗ്യാപ്പുകളൊക്കെ അടച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു പണിക്ക് വേണ്ടിയിട്ട് പണിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിക്കാരെ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അവസാനം നമുക്കിപ്പോൾ പണിക്കാരെ കിട്ടിയിരിക്കുകയാണ്. കുറേ ആളുകളോട് ചോദിച്ചിട്ട് ഒരു 10-15 പേരോടെങ്കിലും ചോദിച്ചിട്ട് അവസാനമാണ് സെറ്റായത്. അപ്പോൾ നമുക്ക് ഇപ്പോഴായിരിക്കും കറക്റ്റ് സമയമായത്. ഏതായാലും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. മഴയത്തൊക്കെ ആയിപ്പോവും വർക്കെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി ഇന്നിപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെയാണ്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ല. ഏതായാലും നമുക്ക് അതിൻ്റെ വർക്കിൻ്റെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എത്തി കേട്ടോ. 8:30 ആയപ്പോഴത്തേക്കും തന്നെ എത്തി. ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പൊളിക്കും, ഈ ഒരു ജനൽ പൊളിക്കും. ഇപ്പോൾ എന്നാൽ ഈ ഒരു വാതിൽ, ഈ ഒരു കട്ടില, ഇവിടുത്തെ വാതിൽ മാത്രമേ പറ്റുള്ളൂ. കട്ടില മാറ്റുന്നില്ല. കൂട്ടിക്കോളാം. ഭിത്തിക്ക് പുറത്തോടി, നല്ല വണ്ണം ഉണ്ടാക്കി. 9.5 രൂപ. ഇല്ല, ഇതെന്താ സാധനം എന്നാ എന്തായാലും ഉണ്ട്. കാരണം എന്താ ഇവിടെ നിങ്ങൾ തട്ടി നല്ല ഇവിടെ ഒരു കമ്പിയും കൂടെ ഇട്ട് കൊടുത്താൽ ഇവർക്ക് ഈ വെള്ളം ചോരുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കഴിച്ചു. ഒരു കാര്യം ചെയ്തു, ഇതിന്റെ ഡോറ് വെക്കണ്ടേ? അവിടെ പൊട്ടിക്കണ്ടവനെ നനഞ്ഞു കയറാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നല്ലേ? ഇത് നനഞ്ഞു വരാതിരിക്കാൻ വേണ്ടി ചേച്ചി ആസ്പെറ്റോസ് വെച്ചിട്ടാ. വലിയ മഴ ഇങ്ങനെ കുത്തി വീഴുമ്പോ അല്ലേ? അവിടെ വീഴുമ്പോ അത് അന്ന് ഇച്ചിരി സീറ്റ് നീട്ടി വെക്കാൻ പറഞ്ഞതാണ്. ഭിത്തി നനഞ്ഞു കയറുന്നോണ്ട് ആസ്പെറ്റോസ് വെച്ച് മറിച്ചേക്കുന്നത്. നനഞ്ഞു കയറും വലിയ മഴ വീഴുമ്പോ. പറയോ കൈയൊക്കെ രണ്ടുപേരും ഫ്രണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുന്നത്. അല്ല അഡ്രസ് കുടിക്കാനേ ഉള്ളൂ. നീ ഇച്ചിരി കയറിപ്പില്ല. കയറി പിടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാനത് പറഞ്ഞു ഈ വണ്ടി കൂടെ ഞാനത് ഒറ്റയ്ക്ക് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അറിയോ കല്ലും കൂടെ വന്നേ അവിടെ കുട്ടിക്ക് നേരെ പോവോ? രണ്ടുപേർക്ക് പോകാനുണ്ടോ? മുമ്പിൽ താങ്ങണോ? പുറകിലും താങ്ങണ്ടല്ലോ. ഇവിടെ ചെയ്യാം.
എങ്ങോട്ടാ? ഇവിടുത്തെ അല്ല ജോലിയൊക്കെ ഒന്ന് വിളിക്കണേ. അകത്തോട്ട് വന്നിട്ടല്ലേ കയറ്റുന്നേ? ഇങ്ങനെ അങ്ങോട്ട് മോനെ ഇങ്ങനെ കുറച്ച് പരിക്കും കൂട്ടോ. കട്ടള അടുപ്പിച്ച് വെച്ച് നല്ല ചാരി കട്ടള മോനെ വയറാ വെച്ച് വലിക്കല്ലേ പോലെ. ഇത് പൊട്ടിച്ചു ഇപ്പൊ കട്ടില വെക്കും കേട്ടോ. വെച്ച് പരിക്കെടുത്ത നോക്കാം. അല്ല കുറച്ച് പരിക്കെടുത്ത അത്രയും പോയാൽ മതി. ഇത്രയും പോയാൽ ശരി, ബാക്കി കുഴപ്പമില്ല. ശരി കണ്ടുകൊടുക്കാട്ടോ. അതിന്റെ മീസ വണ്ണേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. കരിങ്കല്ലല്ലേ മതി. കരിങ്കല്ലായതുകൊണ്ട് സാറേ കരിങ്കല്ലിന്റെ കിട്ടിയേക്കും കുടിയിട്ടോ പറയാൻ കൂട്ടാ പരിക്കാൻ. ഇട്ടോടാ. ആ സാവല്ലോ ഇവിടെ മൊത്തം കുഴിയാ. ഞാൻ അവിടെ മൊത്തം വൃത്തിയാക്കണം. ഇത് ഈ മണ്ണങ്ങളായിരിക്കും ഒരു അടുക്കുക ഒരു ഇടുന്ന. ആ അവിടെ ഇട്ടു. അതാണൊക്കെ കുഴപ്പമില്ല. ആ ഒരു ചൂല് പഠിച്ചങ്ങ് അടിച്ചു കളയാം. ചൂട് എവിടെയാണെന്ന് നോക്കണ ചൂല് കാണും. ചേച്ചിയേ ചൂട് ഉണ്ടോ ഉണ്ടോ? ഇങ്ങോട്ട് എടുത്താൽ കച്ചറ സാധനങ്ങൾ ഒഴിവാക്കാനൊക്കെ പരിപാടിയല്ലേ? കൽപ്പടിയാണോ? പരിപാടി അല്ലാതെ ഉണ്ടോ? 2-3 വെക്കാം. ഞാൻ 2-3 വെക്കാമല്ലോ. മൂന്നിയാക്ക് പൊടി എന്നാലും അതാ കൂട്ടിക്കറിയാം. എന്നാലും മുഴുവൻ ഞാൻ മനുഷ്യന് പോകാം. ഒരിയാൾക്ക് ചൂട് കൂടെ എടുക്കും, അല്ല ഒരിയാൾക്ക് മണലും കൂടെ എടുക്കും. അങ്ങനെയാണ്. പക്ഷെ ഇവർക്ക് ഉച്ചവും ആ അടുപ്പിച്ച് നല്ല എന്നിട്ട് ഈ ആണിപ്പാരെ കളിപ്പിക്കുക. അവിടെ ചൂടും എടുത്ത് വെക്കുവാണ്. കൈ 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 അടുപ്പിക്കുക. ആ കയറുമല്ലോ, കയറും. ആ ഇനി ഇച്ചിരി തട്ടിയടുപ്പിച്ച ചൂടും അടുപ്പിച്ച ഞാൻ പറയാം. ഒരാൾ പിടി മറ്റേ ആണിപ്പാരിക്ക ഇങ്ങപ്പുറം കിട്ടാം അവിടെ. ഓക്കെ. അതായാലും ഒരു കാര്യം നല്ല കറക്റ്റ് അളവിനാണ് ഉണ്ടാക്കിയത്. അളവ് അങ്ങനെ എടുത്ത ഒരാളെ വിളിച്ച് ശക്കലം കുത്തണം. ഡോറിന്റെ ആളെ ശക്കലം കുത്തണം. ഡോറിന്റെ ആളെ ഇവിടെ കൊണ്ടുവന്നാണ് അളവെടുത്ത. അതുകൊണ്ടാണോ വെറുതെ പഴയ ആ കത്തി എന്തേലും മതിയടാ. അത് മടിയൊന്നും വേണ്ട. ആ കത്തി കൊണ്ട് മെല്ലെ അങ്ങനെ അങ്ങനെ കത്തിക്കൊണ്ട് അങ്ങനെ ആ അവിടെ അങ്ങപ്പുറം അങ്ങപ്പുറം അവിടെ അടിച്ചു ചില ഇങ്ങപ്പുറത്തെ ഞാൻ മോല. ആ ഇവിടെ ഇവിടെ ഇതാണ് കത്തിക്കളഞ്ഞത്. ഓക്കെ ഓക്കെ അതാണ് ഇങ്ങപ്പുറം ഇവിടെ അതല്ല ആ കല്ല് അത് അത് ആ ഓക്കെ ഓക്കെ. ഒരു പിടിക്കണ്ടല്ലേ? അടിയിലൊന്ന് വെച്ചു.
ഇതധികം തൊട്ട എല്ലാം പൊട്ടി വീഴുന്നുണ്ട് കേട്ടോ. കട്ടയൊന്നും അധികം തേക്കാം, മണ്ണിൽ തേച്ച കട്ടയാണെന്നുണ്ട് ഒന്നും നിൽക്കൂല. ചേട്ടാ ആ കട്ടയും പോരും കേട്ടോ. പെട്ടെന്ന് മറ്റേ കട്ടില പെട്ടെന്ന് വെക്കാൻ പറ്റുവാണെങ്കിൽ ഇവരൊരു കഷ്ണം വെട്ടിച്ചുള്ളൂ, ബാക്കി കട്ടയൊക്കെ തന്നെ വീഴും കേട്ടോ. തൊട്ടാൽ നമുക്ക് ഭയങ്കര പണിയായതുണ്ടോ. ഇച്ചിരി പൊളിച്ചോത്തേക്ക് മുകളിൽ നിന്ന് ഓരോന്നോരോ പീസായിട്ട് ഇങ്ങ് പോകുന്നു. തേക്കാത്തതുകൊണ്ട് ഉള്ള പ്രശ്നമാണ് ഇതെല്ലാം. തൊടുന്നതനുസരിച്ച് ഓരോരോ കട്ട ഇങ്ങനെ പൊട്ടി പൊട്ടി വീഴും കേട്ടോ. അപ്പോൾ അതെല്ലാം വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉച്ചയായി. അപ്പോൾ എനിക്ക് വയനാട് വരെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോവുകയാണ്. പോയിട്ട് നമ്മൾ വൈകിട്ടിന് വേണ്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ ബാക്കി ഇതിൻ്റെ വീഡിയോയുടെ ഭാഗത്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ വൈകിട്ടായി. കട്ടിലയൊക്കെ വെച്ച് കേട്ടോ. കട്ടില വെച്ച് ഫുള്ള് പണി തീർന്നിട്ടില്ല. നാളെ ഒരു ദിവസത്തെ പണിയും കൂടെ ഉണ്ട് കേട്ടോ. ബാക്കി ഇതാ കട്ടില ഇവിടെ പിടിപ്പിച്ചു. നമുക്ക് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഈ ഒരു കട്ടില പിടിപ്പിച്ചു. ഇതൊക്കെ തേപ്പൊക്കെ കഴിഞ്ഞ കേട്ടോ. കുറച്ച് മണലിൻ്റെ എന്താ ഇതിന് തേക്കാനുണ്ട്. ഇത് ഇത്രയും ആക്കിയിട്ടുള്ളൂ. അവിടെ ഇവിടെ പിടിപ്പിച്ചു. അതുപോലെ നമ്മൾ ഇവിടെയും ചെയ്തു കേട്ടോ. നമ്മൾ ഈ പണി ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സമയത്താണ് ഈ ചേട്ടൻ ഇന്നാൾ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായത്. അതായത് ഈ ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീഴും കേട്ടോ പെരക്കകത്തോട്ട്. പെരയ മൊത്തം നനയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ല ഇനി ഇതുണ്ടോ, ഇത് നമ്മൾ പിടിപ്പിച്ച് എന്താ പറയുക, ഈ കട്ട ഇളക്കുന്നതനുസരിച്ച് മുകളിൽ നിന്ന് കട്ട ഇങ്ങനെ വിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് കുറേ നമ്മൾ ഉദ്ദേശിച്ചാലും കൂടുതൽ മണൽ ചിലവായി. അപ്പോൾ അതുകൊണ്ട് ഇനി മണൽ നമ്മൾ നാളെ മേടിച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്ത പണി തുടങ്ങാൻ. അതുമാത്രമല്ല ഇവിടുത്തെ ഈ വെള്ളം ചാടുന്നത് അതെല്ലാം മുറിയിലും ചാടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കമ്പി അവിടെ ഇട്ട് കൊടുക്കാനുള്ളൊരു പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസത്തെ പണി നമുക്ക് വന്നു കേട്ടോ. ഇതാ അടുക്കളയിലെ ഇവിടെയും കട്ടില പിടിപ്പിച്ചോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച 3-4 ദിവസത്തിനുള്ളിൽ വാതിലിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട്. നാളെ ഒരു ദിവസത്തെ പണിയും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കി ഞാൻ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി അറിയിക്കാം കേട്ടോ. ഇതൊക്കെ ഇനി തേക്കാനുണ്ട്. കട്ടില പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാലും മണലും കാര്യങ്ങളൊക്കെ ചിലവായി. അതാണ് സംഭവിച്ചത് കേട്ടോ. മുത്തൻ ചേട്ടാ, നമ്മളിത് ഇങ്ങനെ പണി പകുതിയായില്ലേ? പണി പകുതിയായി എന്നാണ് അവർ പറയുന്നത്. നാളെ ആൾക്കൊന്നും പറയാൻ പോകണം പോയി ആണല്ലേ? നമുക്ക് നാളെ തീർക്കാം. മൊത്തം നേരം പണി എടുത്തില്ലേ അവര്? 5-6 മണിയായി ഇവിടുന്ന് പോകുന്നു. അതെ പണി തീരാത്തോണ്ടോ? ഇനിയിപ്പോൾ കമ്പിയും പിടിക്കണ്ടേ അല്ലേ? അതെ മണൽ തീർന്നു പോയതുകൊണ്ടും പിന്നെ അത് മണൽ കയറ്റിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് കേട്ടോ ഇത്ര നേരം ലേറ്റായിട്ട്. അതായത് ഇരുട്ടായി 6:30 കഴിഞ്ഞു കേട്ടോ. അതായത് ഇനിയിപ്പോൾ ഈ കട്ടലയുടെയൊക്കെ ഏകദേശം പണി മൊത്തം തീർത്തു. അപ്പോൾ നമുക്ക് മണലിൻ്റെ ഒരു ഷോർട്ടേജ് വന്നുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ഇതാ GI പൈപ്പ്, വലിയ GI പൈപ്പ് 3 എണ്ണം ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തികയാതെ വന്ന മണലും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വന്നതുകൊണ്ട് നമ്മളിനി ബാക്കി പണി നാളത്തേക്ക് എടുക്കുകയുള്ളൂ. മൊത്തം പണി നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ ആക്കി നമ്മൾ കുറേ നാളത്തെ നമ്മുടെ ഒരു കാത്തിരിപ്പാണ്. നമ്മളിത് ഇന്ന്
തീർക്കാൻ പറ്റുമെന്ന് ആദ്യം വിചാരിച്ചെങ്കിൽ പോലും പിന്നീട് നോക്കുമ്പോൾ ഈ പൈപ്പിൻ്റെ പണിയൊക്കെ വന്നതുകൊണ്ട് അതെല്ലാം കൂടെ ഇന്ന് തീരെയല്ലെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ കൂടെ ഈ മണലിൻ്റെ പ്രശ്നം ഷോർട്ടേജ് വന്നതുകൊണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് മണൽ ഉദ്ദേശിച്ച പോലെ ഒന്നും തീർന്നില്ല കേട്ടോ. ഏതായാലും ചെയ്ത പണി അവർ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ബാക്കി ഫൈനൽ വർക്കുകളും കംപ്ലീഷനും ഒക്കെ നാളത്തേക്ക് തീരുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മൾ ഏതായാലും ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇത്രയും സമയമായി പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മണലിൻ്റെ ഷോർട്ടേജ് വന്നു. കാരണം പഴയ വീടായതുകൊണ്ട് നമ്മൾ തൊടുന്നതനുസരിച്ച് ഓരോന്നോരോന്ന് പൊട്ടി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മണൽ കൂടുതൽ നമുക്ക് ചിലവ് വന്നു. സാധാരണ ഒരു കട്ടില പിടിപ്പിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഭാഗം പൊളിച്ചിട്ട് അത്രയും ഭാഗം തേച്ച് പിടിപ്പിച്ചാൽ മതി. പക്ഷേ ഇതിപ്പോൾ പൊട്ടിക്കുന്നതനുസരിച്ച് കട്ടയൊക്കെ ഇളകി പോകുന്ന രംഗമൊക്കെ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മണൽ തികയാതെ വന്നത്. അങ്ങനെ മണൽ തികയാതെ വന്നുകൊണ്ടും പിന്നെ മണൽ നമുക്ക് രണ്ടാമത് ഇവിടെ എത്തിക്കാനായിട്ട് സമയം വന്നു. അപ്പോൾ മണലിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 5 മണി കഴിഞ്ഞ് പിന്നെ അവർക്ക് പണിയെടുത്താലും തീരെയാലെന്ന് തോന്നി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, ഇതിൻ്റെ മുകളിൽ ഈ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിങ്ങളിപ്പോൾ കണ്ടു കാണും, മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം വീഴുന്ന കണ്ടു. അപ്പോൾ ഇതിനു മുന്നേ പല പ്രാവശ്യം ഇതിൽ പറയുന്നത് നമ്മൾ കേട്ടാണ് ഈ ആസ്പെറ്റോസിൻ്റെ ഇടയ്ക്കോടെ, അതായത് ആ ആസ്പെറ്റോസിൻ്റെ അവിടെയുള്ള ആ ഒരു ഉത്തരം ഇരുന്ന് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഇരുന്ന് പോയെന്ന് പറഞ്ഞാൽ അത് ഏകദേശം ചെതൽ പിടിച്ച് തീരാറായി. അപ്പോൾ ഒരു GI പൈപ്പ് ഉണ്ടെങ്കിൽ ആ പരിപാടി നടക്കുമെന്ന് പറഞ്ഞു. 3 റൂമിനും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് ഈ ആസ്പെറ്റോസ് താഴേക്ക് ഇരിക്കുന്നതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു കമ്പി ഇട്ട് ഈ GI പൈപ്പ് ഇട്ട് ഇച്ചിരി പൊക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് ചെയ്തു തന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു പണിയും കൂടെ ഈ കൂടെ അങ്ങ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. കാരണം അതിനുവേണ്ടി നമ്മൾ ഇനി വേറെ ഒരാളെ അന്വേഷിച്ചാൽ കിട്ടില്ല. കാരണം നമുക്കറിയാമല്ലോ ഇത് തന്നെ പണിക്കാർ കിട്ടിയത് വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ മഴക്കാലം പെരയ്ക്കകത്ത് മഴ നനയാതെ അവർക്ക് കഴിഞ്ഞു കൂട്ടാനുള്ള ഒരു സാഹചര്യം കിട്ടും. അതും കൂടെ നമ്മൾ ഈ കൂടെ ചെയ്യിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.